ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഇത് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട്, നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തപ്പോ ശ്രീ വി ഡി സതീശനെയും അദ്ദേഹത്തോടൊപ്പം അനുധാവനം ചെയ്യുന്ന ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാരെയും വഴിയോരങ്ങളിൽ കാത്തുനിന്ന് അനുഗ്രഹിച്ചത്, സ്വീകരിച്ചത്, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ജനാധിപത്യ മുന്നണിയുടെ സ്നേഹിതന്മാരും സഹപ്രവർത്തകന്മാരും മാത്രമല്ല. അതിന്റെ അഭിപ്രായം പറയാൻ മറ്റു പലരും തയ്യാറായി. അവരാരും കോൺഗ്രസ്സുകാരായി. തൃശ്ശൂർകാർക്ക് സച്ചിദാനന്ദനെ അറിയാം. കവിയാണ്, സാഹിത്യകാരനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. മഹാത്മാഗാന്ധിയെ തമസ്കരിക്കുന്നു, അവർ ഗോഡ്സെയെ പ്രതിഷ്ഠിക്കുന്നു. വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയുടെ ചരിത്രം മാറ്റുന്നു, അവർ കള്ളചരിത്രം എഴുതിച്ചേരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയാണ്. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അദ്ദേഹം പറയുന്നു, ഞാൻ വർഗീയത എതിർക്കുമെന്ന്. അന്നത്തെ അദ്ദേഹത്തെ നമ്മുടെ ബഹുമാനായ ശ്രീ വി ഡി സതീശനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. ആളുകളുടെ ആരവത്തോടുകൂടി അദ്ദേഹം കടന്നു വരും. ഞാൻ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കുന്നു. കേരളത്തിന്റെ അഭിമാനമായുള്ള വിദ്യാഭ്യാസ മേഖലയെ തകർത്തവരാണ് ഇവരെങ്കിൽ നമുക്ക് പ്രതികാരം ചെയ്യണ്ടേ? നമുക്ക് പ്രതിഷേധിക്കണ്ടേ? ഇവരിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ രക്ഷിക്കണ്ടേ? നമ്മുടെ രാജ്യത്തിന്റെ ക്രമസമാധാനം, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ജീവിതം എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇത് അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ആവേശഭരിതനായി. ജനാധിപത്യ വിശ്വാസികളുടെ, മതേതരത്വ വിശ്വാസികളുടെ അനുഗ്രഹാശിസുകളാകുന്ന ഗീതോപദേശമേറ്റ് ഒരു വിജൃംഭിത വീരനായ കടന്നു വരുന്നു നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുക എന്നത്, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുക എന്നത്, അദ്ദേഹത്തിന് ഐക്യദാർഢ്യം കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ജാഥയുടെ ലക്ഷ്യത്തിൽ ഞാൻ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ശ്രീ വി ഡി സതീശനെ സാക്ഷ്യം നിർത്തിക്കൊണ്ടൊരു കാര്യം പറയും കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നു. ആ 100 സീറ്റിൽ 2 സീറ്റ് തൃശൂർ ജില്ല നിങ്ങൾക്ക് സമ്മാനമായി തരുമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഈ ജില്ലയിൽ വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗത്തിന്റെ, പുതിയ കേരളത്തിന്റെ പുതുയുഗത്തിന് അതിന്റെ പിറവി സൂചിപ്പിക്കുന്ന നിറപ്പറ പുതുയുഗ സമ്പത്തായി സമ്പന്നമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ നിറപറ നിറയ്ക്കാൻ വേണ്ടി പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് വി ഡിയെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഐശ്വര്യപൂർവ്വത്തോടുകൂടി ഈ നിറപറ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവിന് UDFന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി കൈമാറുന്നു. ഞങ്ങൾ ഒന്ന് ഉറപ്പ് നൽകുന്നു, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഇതാ നിറച്ച് ഞങ്ങൾ കയ്യിൽ നൽകും. തൃശൂരിനെ ഈ നിറപറ നമുക്കൊരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. അതിനുള്ള സർവസന്നാഹത്തോടു കൂടിയാണ് നമ്മുടെ UDF മുന്നോട്ട് വരുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. സംശയമൊന്നും വേണ്ട. മലയാളിയുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ വേറെ 10,000 കോടി രൂപയുടെ ബാധ്യതയാണ്. അവർ കേരളത്തെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു